Hi viewers, Easter special ആയിട്ട് ഒരു ക്വിക്ക് ആൻഡ് സിമ്പിൾ ഡെവിൾഡ് ഈസ്റ്റർ എഗ്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഡെവിൾ ഈസ്റ്റർ എഗ് ചിക്സ്, ഈ ക്യൂട്ടായിട്ടുള്ള ഈ ചിക്സ് നമുക്ക് ഈസ്റ്ററിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്, എല്ലാവരെയും ഷെയർ ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് 8 മുട്ട വേണം, പുഴുങ്ങിയ മുട്ട. എന്നിട്ട് ഈ മുട്ട എടുത്തിട്ട് നമ്മൾ പകുതി വെച്ച് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവാൻ ഹാച്ച് ടാഗ് പോലെ തോന്നിക്കാൻ വേണ്ടി നമ്മൾ സിഗ്സാഗ് ആയിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സൈഡിലൊരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞെല്ലാം ഇതിലേക്ക് മാറ്റി വയ്ക്കും. മുട്ടയുടെ വെള്ള പൊട്ടാണ്ട് പതുക്കെ വേണം മുട്ടയുടെ മഞ്ഞ ഈ ബോളിലേക്ക് മാറ്റാൻ. അങ്ങനെ നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മുട്ടയുടെ മഞ്ഞയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ മയണൈസ് ആദ്യം ചേർക്കാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. പിന്നെ ഒരു 2 ചെറിയുള്ളി അല്ലെങ്കിൽ 2 ടീസ്പൂൺ നന്നായി കൊത്തിയരിഞ്ഞത്. 1 ടേബിൾ സ്പൂൺ മസ്റ്റർഡ് ചേർക്കുന്നുണ്ട്. ഞാൻ DIJON മസ്റ്റർഡ് ആണ് യൂസ് ചെയ്യുന്നത്. സാധാരണ മസ്റ്റർഡ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് 1 ടേബിൾ സ്പൂണും കൂടി മയണൈസ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നല്ല ഹോട്ട് സോസ്, ഉപ്പും കുരുമുളകും പാകത്തിന്. ഇതിനി നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നല്ല സ്മൂത്താക്കി എടുക്കണം. ഇത് നമ്മളൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇടാൻ പോവുകയാണ്. പൈപ്പിംഗ് ബാഗില്ലെങ്കിൽ ഒരു സിപ്പ് ലോക്ക് ബാഗിൽ ഇട്ടാലും മതി. ഇതിൻ്റെ കോർണർ ഒന്ന് വെട്ടാം, നമുക്കിത് പൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഓരോ ഷെല്ല് പോലെ വെട്ടിയിരിക്കുന്ന മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മൾ ഈ യോക്കിൻ്റെ മിക്സ്ചറും പൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. മുകളിൽ ഒരു എഗ് ഷെല്ല് പോലെ ഇതുപോലെ കവർ ചെയ്തിട്ട് ബീക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്യാരറ്റിൻ്റെ ഒരു ചെറിയ ട്രയാങ്കിൾ കഷ്ണവും കണ്ണിന് വേണ്ടി കുരുമുളകുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ക്യൂട്ട് നല്ല സിമ്പിൾ ഈസ്റ്റർ എഗ് ഡബിൾ ചിക്സ് റെഡി ആയിട്ടുണ്ട്. ഈസ്റ്ററിന് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം. പെട്ടെന്ന് കഴിക്കാൻ നല്ല രസമാണ്. സാലഡിൻ്റെ മുകളിൽ വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഷോർട്ട് ഗ്ലാസ്സസിൽ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. See you next time.